ആദായ നികുതി നിയമഭേദഗതി ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. വ്യക്തികൾക്കുള്ള പുതിയ നികുതി വ്യവസ്ഥ നിർദ്ദേശിക്കുന്നതാണ് 622 പേജുകളുള്ള കരട് ബില്ല്. ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ബില്ലിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ആദായ നികുതി പരിധി വർദ്ധിപ്പിക്കുന്നതായുള്ള പ്രഖ്യാപനത്തിനൊപ്പമാണ് പുതിയ ആദായ നികുതി ബില്ല് അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. വെള്ളിയാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിച്ച ബില്ല് ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിക്കാനായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ലളിതമായിരിക്കും പുതിയ ബില്ലെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പുതിയ ബില്ലനുസരിച്ച് മൊത്ത വരുമാനം 12 ലക്ഷം രൂപ വരെ ആദായ നികുതി അടയ്ക്കേണ്ടതില്ല. വരുമാനം 12 ലക്ഷം രൂപയിൽ കൂടിയാൽ വരുമാനത്തിനനുസരിച്ച് 5% മുതൽ 30% വരെയാണ് നികുതി ഘടന. 1961 ആദായ നികുതി നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്ന മുൻ വർഷം എന്ന പദത്തിന് പകരം നികുതി വർഷം എന്ന പദമാണ് കരട് ബില്ലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് തെരച്ചിലിനും സെൻഷറിനുമുള്ള അധികാരങ്ങൾ പുതിയ ബില്ലിലും നിലനിർത്തിയിട്ടുണ്ട്. സെക്ഷൻ 149 പ്രകാരം തെരച്ചിൽ നടത്താനുള്ള കാരണം ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തേണ്ടതില്ല എന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. 24 ഡൽഹി.